കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന വിനോദ സംവിധാനങ്ങൾ ഒരുക്കി നിങ്ങളെ കാത്തിരിക്കുകയാണ് കുമളി അട്ടപ്പള്ളം എന്ന സ്ഥലത്തുള്ള തേക്കടി റോസ് പാർക്ക്. പ്രകൃതിയുടെ തനതായ മനോഹാരിത ഒട്ടും നഷ്ടപ്പെടുത്താതെ മരങ്ങളും പൂച്ചെടികളും തടാകങ്ങളും പുൽമേടുകളും മൈതാനവുമൊക്കെയായി 25 ഏക്കർ വിസ്തൃതിയിൽ നിറഞ്ഞു നിൽക്കുകയാണ് തേക്കടി റോസ് പാർക്ക്. കുടുംബത്തോടൊപ്പം ഒരു ദിവസം ചെലവഴിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും 30-ലധികം റൈഡുകളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. കുമളിയിൽ നിന്ന് 3.5 കിലോമീറ്റർ ദൂരമാണ് റോസ് പാർക്കിലേക്ക്. നമ്മൾ ആദ്യം എത്തുന്നത് മനോഹരമായ റിസപ്ഷനിലേക്കാണ്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറാം. 5 വയസ്സിന് മുകളിൽ 120 രൂപയാണ് എൻട്രി പാസ്. റൈഡുകൾക്ക് പ്രത്യേകം ചാർജ് ഉണ്ട്. 300, 600 എന്നിങ്ങനെ കോംബോ പാക്കേജുകളുമുണ്ട്. റൈഡുകളുടെയും ചാർജുകളുടെയും ഒക്കെ വിശദമായ വിവരങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. മനോഹരമായൊരു ഭീമൻ പൂമ്പാറ്റയാണ് ഇവിടെ നമ്മളെ വരവേൽക്കുന്നത്. നീർത്തടങ്ങളും ആമ്പൽ പൊയ്കകളും നടപ്പാലങ്ങളുമെല്ലാം അതിൻ്റെ സ്വാഭാവിക ഭംഗിയിൽ തന്നെ ഇവിടെ നിലനിർത്തിയിരിക്കുന്നു. തുഴച്ചിൽക്കാരെ കാത്ത് ചുണ്ടൻ വള്ളവും റെഡി. എവിടെ നോക്കിയാലും മരങ്ങളും ചെടികളും വള്ളിപ്പടർപ്പുകളും നീർത്തടങ്ങളുമൊക്കെയാണ്. ഇതിനിടയിലൂടെ സുന്ദരമായ നടപ്പാതകൾ. വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യം നോക്കി അധികം തിരക്കില്ലാത്ത സമയത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. രാവിലെ 10 മണി മുതൽ പാർക്ക് ഓപ്പൺ ആകും. കുട്ടികളുടെ ഏരിയയാണ്. വിപുലമായ ഒരു പ്ലേ സ്റ്റേഷൻ. കുട്ടികൾക്കുള്ള പെഡൽ ബോട്ടുകളും വാട്ടർ വീലുകളുമൊക്കെയായി വിശാലമായ ഒരു പൂൾ. ചവിട്ടാവുന്ന ജലചക്രമാണ്. കൊച്ചുകുട്ടികൾക്കുള്ള അപകടരഹിതമായ റൈഡുകൾ. കുട്ടികളൊക്കെ എത്തിത്തുടങ്ങുന്നതേയുള്ളൂ. ഒരു ഭീമൻ ചിലന്തി വല. ബങ്കി ട്രാംപോളിനും ചെറിയ ട്രാംപോളിനുമൊക്കെയുണ്ട്. ഇതിൽ കയറി ഒന്ന് ചാടാൻ ആർക്കും തോന്നിപ്പോകും. നിരവധി ആമ്പൽക്കുളങ്ങൾ. കുടക്കല്ലുകളൊക്കെ കാണാം. ചുണ്ടൻ വള്ളം തുഴയാൻ ഒരാളെ ഏർപ്പാടാക്കി. കച്ചിത്തുറുവും നെൽപ്പാടവും ജലചക്രവുമെല്ലാമുണ്ട്. മരത്തണലിൽ വിശ്രമിക്കുന്ന കുതിരവണ്ടിയും നിരനിരയായി തയ്യാറായി നിൽക്കുന്ന ഊഞ്ഞാലുകളും. എല്ലായിടവും നല്ല വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത.
ഇവിടെയാണെങ്കിൽ തണ്ണീർക്കുടങ്ങളും പാടവും കാവൽപ്പുരയുമുണ്ട്. കാവൽക്കാരും ഇരിപ്പുണ്ട്. ഇതിലൊരു കുടുംബത്തിന് മുഴുവൻ ഒന്നിച്ചിരുന്നാടാം. റെസ്റ്റോറൻറ്റിലേക്കും അഡ്വഞ്ചർ ആക്ടിവിറ്റികളുള്ള ഭാഗത്തേക്കും ഇതുവഴിയാണ് പോകേണ്ടത്. ഈ പന്തലിനുള്ളിൽ രസകരമായൊരു പൂ വിടർന്നു നിൽക്കുന്നുണ്ട്. കാൽപ്പനികമായ ഒരു കിണറും കാണാം. ഇവിടെ പൗരാണിക കാലത്തെ ഉപകരണങ്ങളാണ്. പണ്ട് അരയ്ക്കുവാനും പൊടിക്കുവാനും ഒക്കെ ഉപയോഗിച്ചിരുന്നവ. ഇതിപ്പോൾ ഇവിടെയൊക്കെയേ കാണാൻ പറ്റുകയുള്ളൂ. ഉരലും ഉലക്കയും അരകല്ലും ആട്ടുകല്ലും തിരികല്ലും ഒക്കെ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരുക. ഇതൊക്കെ തടിയിൽ നിർമ്മിച്ച ഭരണികളാണ്. പണ്ട് മീൻ പിടിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒറ്റാലും മീൻകൂടുമൊക്കെയാണിവ. തടിയിൽ കൊത്തിയെടുത്ത പാത്രമാണിത്. പൂട്ടുപിടിപ്പിച്ച ഭരണിയും ഉറിയും കലവുമെല്ലാം ഇവിടെയുണ്ട്. പെട്രോമാക്സ് കണ്ടിട്ടില്ലാത്തവർ ഉണ്ടാവും. കലപ്പ, പഴയ പുട്ടുകുറ്റിയും അമ്പും വില്ലും. ഇവിടെ മുന്തിരി പന്തലിൽ മുന്തിരിക്കുലകൾ പഴുത്തു കിടക്കുന്നു. വളരെ വിശാലമായ റെസ്റ്റോറൻ്റാണ് ഈ വള്ളത്തിന്റെ അപ്പുറത്ത് കാണുന്നത്. റെസ്റ്റോറൻറ്റിന് വെളിയിലിരുന്ന് ഭക്ഷണം കഴിക്കുവാനുള്ള സൗകര്യവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പുറത്തുനിന്നുള്ള ഭക്ഷണം ഇതിനുള്ളിൽ അനുവദനീയമല്ല. ഇതൊരു മീൻകുളമാണ്. മീൻ പിടിക്കാനുള്ള സൗകര്യവുമുണ്ട്. ഇവിടെ നിന്ന് പിടിക്കുന്ന മത്സ്യങ്ങളെ പൊരിച്ചു നൽകുന്ന സംവിധാനവുമുണ്ട്. ചെറിയ കുളം അലങ്കാര മത്സ്യങ്ങളാണ്. ഇത് രണ്ടായി വേർതിരിച്ച ഒറ്റ കുളമാണ്. അലങ്കാര മത്സ്യങ്ങൾ നീന്തി തുടിക്കുന്നു. ഈ മത്സ്യങ്ങളെ നോക്കി ഇവിടെ ഒരാൾ പതുങ്ങിയിരിപ്പുണ്ട്. സഞ്ചാരികളുടെ ഒരു പ്രിയപ്പെട്ട ഇടമാണ് ഈ മീൻകുളങ്ങൾ. ഇനിയുള്ള റൈഡുകളും അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ഒക്കെ റോസ് പാർക്ക് രണ്ടാം ഭാഗത്തിൽ.